കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കർത്താവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളിന്ന് ഓശാന ഞായർ ആഘോഷിക്കുന്നു. വാസ്തവത്തിൽ ഓശാന ഞായറിലൂടെ നമ്മുടെ കർത്താവിൻ്റെ സഹനമരണ ഉത്ഥാനങ്ങളെ അനുസ്മരിക്കുന്ന പീഡാനുഭവ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക കൂടിയാണല്ലോ. പീഡാനുഭവ ആഴ്ചയുടെ പ്രവേശക കവാടമായി ഓശാന ഞായർ നിൽക്കുകയാണ്. മനുഷ്യകുലത്തിൻ്റെ രക്ഷയുടെ ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനമാണ് ഈ പെസഹ രഹസ്യങ്ങൾക്കുള്ളത്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ തേദോറിൻ്റെ കുദാശക്രമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി കാലത്തിൻ്റെ തികവിൽ അവൻ തൻ്റെ കരങ്ങൾ വഴി നിറവേറ്റി. കാലത്തിൻ്റെ തികവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശോയുടെ മനുഷ്യാവതാരവും അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ അടങ്ങുന്ന പെസഹ രഹസ്യങ്ങളുമാണ്. നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായ നമ്മുടെ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിലേക്ക് ഒരുക്കത്തോടെ, യോഗ്യതയോടെ നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. യാക്കോബിൻ്റെ മക്കളിൽ യൂദായ്ക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് തുടക്കത്തിൽ പ്രതിപാദിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൻ്റെ രക്ഷകനായ മിശിഹ ജനിക്കുന്നതും ഇതേ യൂദാ വംശത്തിൽ നിന്നും തന്നെയാണെന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായ ചിത്രം നമുക്ക് മനസ്സിലാകുന്നത്. യാക്കോബ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹം നൽകുമ്പോൾ യൂദായ്ക്ക് നൽകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം. ചെങ്കോൽ യൂദായെ വിട്ടു പോവുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. വാസ്തവത്തിൽ ഇതൊരു പ്രവചനമാണ്. യൂദാഗോത്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിൻ്റെ ചെങ്കോൽ കൈവശപ്പെടുത്താൻ ഏറ്റവും അർഹതയുള്ള അവകാശി വർഷങ്ങൾക്ക് ശേഷം യൂദാഗോത്രത്തിൽ പിറക്കാനിരുന്ന ഈശോ മിശിഹ തന്നെയാണ്. ജെറുസലേമിലേക്ക് ഈശോ പ്രവേശിക്കുന്നത് രാജകീയമായിട്ടാണ്. മിശിഹായെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളിൽ അവിടുത്തെ പ്രവാചക സ്വഭാവവും പുരോഹിത സ്വഭാവവും രാജകീയ സ്വഭാവവും ഒരുപോലെ നിൽക്കുമ്പോഴും ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത് രാജാവിനെ പോലെയുള്ള ഒരു മിശിഹ വരുമെന്നുള്ളതാണ്. ദാവീദിനെ പോലെ ശക്തനായ ഒരു രാജാവിനെ എക്കാലവും ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ കിരാത ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത സ്വാതന്ത്ര്യത്തിനായി അത്തരത്തിലുള്ള രാജാവിനെ പ്രതീക്ഷിക്കുന്നതിൽ ഒരു അസ്വാഭാവികതയും കാണേണ്ടതില്ലല്ലോ. ഈശോയിൽ അവർ കണ്ടതും അത്തരത്തിലുള്ള ഒരു രാജാവിനെയാണ്. സുവിശേഷത്തിൽ പലപ്പോഴും ഈശോയെ പിടിച്ചുകൊണ്ടുപോയി രാജാവാക്കാൻ അവർ പരിശ്രമിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം. എന്നാൽ താൻ കേവലം ഒരു രാഷ്ട്രീയ വിമോചകനല്ല, മറിച്ച് മനുഷ്യൻ്റെ സമഗ്ര വിമോചകനാണ് എന്ന ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടും അത് മനസ്സിലാക്കാൻ വിധം ജനം പക്വത പ്രാപിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് കൂടിയാണ് പലപ്പോഴും ഈശോ അതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നത്. ഗലീലിയിലെ വചന ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിച്ച ശേഷം ഈശോ ഇവിടെ തൻ്റെ ജെറുസലേം പ്രവേശനത്തിൽ ഒരു രാജാവിനെ പോലെ തന്നെ പ്രവേശിക്കാൻ സ്വയം തയ്യാറാവുകയാണ്. ഇതും ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇന്നത്തെ രണ്ടാം വായന സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രാജാവിൻ്റെ സിയോൻ സന്ദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. BC 522, അതായത് ഈശോയ്ക്ക് മുൻപ് 500 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന പ്രവചനത്തിൻ്റെ കൃത്യമായ നിറവേറലാണ് ഈശോയുടെ ജെറുസലേം പ്രവേശനത്തിൽ സംഭവിച്ചത്. പരസ്യ ജീവിതകാലത്ത് കൃത്യമായി എല്ലാ തിരുനാളുകൾക്കും ജെറുസലേമിൽ പോയിരുന്ന ഈശോ ഒരിക്കൽ പോലും കഴുതയുടെ പുറത്ത് പോയതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ജെറുസലേമിലേക്കുള്ള തൻ്റെ അവസാന യാത്ര കൃത്യമായി കഴുതയുടെ പുറത്തേറി നടത്തുന്നതിലൂടെ ഈശോയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത് സക്രിയ പ്രവാചകൻ പ്രവചിച്ച ജെറുസലേമിനെ സന്ദർശിക്കുന്ന രാജാവ് താൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനാണ്. മറ്റ് പലപ്പോഴും ജനക്കൂട്ടം രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞുമാറിയ ഈശോ ഇവിടെ കൃത്യമായി താൻ തന്നെയാണ് നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ചരിത്രത്തിൽ ദാവീദിൻ്റെ പിന്തുടർച്ച അവകാശിയായിരുന്ന സോളമനെ രാജാവാക്കാൻ പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും ഒരു കോവർ കഴുതയുടെ പുറത്ത് കയറ്റിയാണ് ഗീഹോനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതും നമുക്ക് ഇവിടെ ഓർക്കാം. ഇവിടെ ഇതാ ദാവീദിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാരൻ ഒരു കഴുതയുടെ പുറത്ത് കയറി തൻ്റെ രാജ്യത്വം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സാധാരണ രാജാക്കന്മാർ കുതിരകളിൽ യാത്ര ചെയ്താണല്ലോ തങ്ങളുടെ കരുത്തും ആധിപത്യവും പ്രതാപവും ഉറപ്പിക്കുന്നതും സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കുന്നതും.
എന്നാൽ ഈശോയാകട്ടെ ഏറ്റവും ശാന്തമായ കഴുതയെ തന്നെ തിരഞ്ഞെടുക്കുന്നതിലൂടെ തൻ്റെ രാജ്യം യുദ്ധത്തിൻ്റേതല്ല, മറിച്ച് സമാധാനത്തിൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുന്നു. ജനങ്ങൾ മരച്ചില്ലകൾ നിരത്തുന്നതും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നതും രാജാവിനെ പഴയ നിയമത്തിൽ എതിരേൽക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. ദാവീദിൻ്റെ പുത്രന് ഓശാന, ഹോസാന എന്ന് പറഞ്ഞ് വഴിനീളെ അവന് ജയ് വിളിക്കുന്നത് ഈശോയുടെ രാജ്യത്വത്തെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഇസ്രായേൽ ജനം ജെറുസലേമിലേക്ക് കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് വിളിച്ച അതേ വാക്കുകൾ ഓശാന, ദാവീദിൻ്റെ പുത്രൻ ഓശാന, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് അനാഫ്രയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈശോയെ ബലിപീഠത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 559 ഖണ്ഡിക നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ച മിശിഹ പോകുന്നത് ജെറുസലേം ദേവാലയത്തിലേക്കാണ്. പഴയ നിയമ ഇസ്രായേലിൻ്റെ ദൈവ ആരാധനയ്ക്ക് വന്ന വീഴ്ചകൾ പരിഹരിച്ച് നവീകരണം നടത്തിയ 2 രാജാക്കന്മാരെ, ഹെസക്കിയായെയും ജോസിയായെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഈശോയുടെ തുടർന്നുള്ള പ്രവൃത്തികൾ. ദൈവം തന്നെ വന്ന് ദൈവത്തിൻ്റെ ആലയം ശുദ്ധീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസം യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ദൈവം തന്നെ രാജാവായി വന്ന് ജെറുസലേമിൽ എല്ലാ ജനത്തെയും ഒന്നിപ്പിച്ച നാളുകളിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു കച്ചവടക്കാരനും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള സക്രിയ 14:21 പ്രതിപാദിക്കുന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണിത്. ദൈവാലയത്തിൻ്റെ അശുദ്ധിയിൽ രോഷാകുലനായി എല്ലാം അടിച്ചു നിരപ്പാക്കുന്ന ഈശോയെ പലപ്പോഴും ഒരു വിപ്ലവകാരിയുടെ ചിഹ്നമായി പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ ഈശോയുടെ പ്രവൃത്തികൾക്കെല്ലാം ആഴമേറിയ ആത്മീയ അർത്ഥങ്ങളുണ്ടെന്ന് മറന്നുപോകരുത്. ജെറുസലേം ദൈവാലയം ഒരു ശരാശരി യഹൂദൻ്റെ സ്വകാര്യ അഹങ്കാരവും യഹൂദമതത്തിൻ്റെ കേന്ദ്രവുമായിരുന്നു. ദൈവാലയത്തിൽ നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുന്ന ഈശോ ആ പ്രവൃത്തിയിലൂടെ അർത്ഥമാക്കുന്നത് ഒരു വലിയ സത്യമാണ്. ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെ വാങ്ങുന്നവർക്ക് തങ്ങളുടെ വിദേശ നാണയം കൈമാറിയെടുക്കുന്നതിനായിരുന്നു നാണയമാറ്റക്കാർ ദൈവാലയത്തിൽ നിലയുറപ്പിച്ചിരുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ വിജാതീയ നാണയങ്ങൾ ദൈവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ വീണ് അത് അശുദ്ധമാകുന്നത് ഒഴിവാക്കാനായിരുന്നു ഈ കാര്യം ചെയ്തിരുന്നത്. ഈ നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുന്നതിലൂടെ ഈശോ ഉദ്ദേശിക്കുന്നത് ജെറുസലേം ദൈവാലയത്തിൻ്റെ വരാനിരിക്കുന്ന നാശമാണ്. AD 70 റോമാ സാമ്രാജ്യം ജെറുസലേം ദേവാലയം തകർക്കുന്നത് ഈശോ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു. കൂടാതെ മറ്റൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. ദൈവാലയത്തിൽ നാണയമാറ്റം ഇല്ലാതാകുന്നതോടുകൂടി ബലിയർപ്പിക്കാൻ മൃഗങ്ങളെ ലഭിക്കാതെ വരും. ബലി അവസാനിക്കും. ഇത് യഥാർത്ഥ ബലിമൃഗമായ ഈശോയുടെ ബലിയോടുകൂടി ജെറുസലേം ദേവാലയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബലിയർപ്പണങ്ങളും അപ്രസക്തമായി തീരുന്നതിനെ സൂചിപ്പിക്കുന്നു. പഴയ നിയമ ബലികളെല്ലാം ഈശോയുടെ ബലിയർപ്പണത്തിൻ്റെ നിഴലായിരുന്നു. എല്ലാത്തിൻ്റെയും പൊരുൾ കാൽവരിയിൽ ദൈവമർപ്പിച്ച ഏക ബലിയാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ തകർച്ചയും ഇതുപോലെ തന്നെയാണ്. ജെറുസലേം ദേവാലയവും ഈശോയുടെ പ്രതീകമാണ്. ഈശോയാണ് യഥാർത്ഥ ദൈവാലയം. മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണല്ലോ ദൈവാലയം. ഈശോയിൽ ദൈവം തന്നെ, മനുഷ്യാവതാരം ചെയ്ത ദൈവവചനം തന്നെ മനുഷ്യനോട് സംവദിക്കുമ്പോൾ ഈശോ യഥാർത്ഥ ദൈവാലയമായി മാറുന്നു. ഈശോയിൽ നമ്മൾ ദൈവത്തിൻ്റെ മുഖവും രൂപവും ഭാവവും കാണുന്നു. അവിടുത്തെ സ്നേഹം തിരിച്ചറിയുന്നു. അതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ജെറുസലേം ദേവാലയം അപ്രസക്തമായിത്തീരുന്നു. ജെറുസലേം ദേവാലയം കേന്ദ്രീകരിച്ചുള്ള യഹൂദമതം ഈശോ എന്ന വ്യക്തി ശിരസായുള്ള പുതിയ സഭയ്ക്ക് വഴിമാറുന്നു. സ്നേഹമുള്ളവരെ, ഈശോ തൻ്റെ രാജ്യത്വം വെളിവാക്കി നമ്മോട് സംവദിക്കാൻ വരുന്ന ഓരോ നിമിഷത്തിലും ഈശോയെ ഹൃദയത്തിൽ സ്നേഹരാജാവായി നമുക്ക് സ്വീകരിക്കാം. അവൻ ഹൃദയങ്ങളുടെ രാജകുമാരനാണ്. ശാന്തമായി വന്ന് സ്നേഹത്താൽ കീഴടക്കുന്നവനാണ്. യഥാർത്ഥ ദൈവാലയമായ അവനിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.